നൂറുകണക്കിന് ആളുകൾ നടുറോഡിൽ തേങ്ങ വലിച്ചെറിയുന്ന ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നു. ഈ വീഡിയോയ്ക്ക് പിന്നിൽ പറയാനുള്ളതാകട്ടെ ഒരു നാടിൻ്റെ വേദനിക്കുന്ന കഥയാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, നൂറുകണക്കിന് ജനങ്ങൾ നടുറോഡിൽ തേങ്ങ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലാവുകയാണ് ഈ സംഭവം എന്ന് വേണം പറയാൻ. നമ്മുടെ പൊന്ന് റിയാസ് മന്ത്രി ഇതൊക്കെ ഒന്ന് കാണണം. പറഞ്ഞ് കോട്ടയം കരിനിലം പശ്ചിമ കൊട്ടാരം കട കുഴിമാവിലെ നാട്ടുകാർ മടുത്തു. കരിനിലം മുതൽ കുഴിമാവ് വരെയുള്ള പശ്ചിമ വഴി കടന്നു പോകുന്ന റോഡാകട്ടെ വർഷങ്ങളായി സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുകയാണ്. നോക്കണം, നമ്മുടെ മുഖ്യമന്ത്രി പോലും കുണ്ടും കുഴിയും ചാടി നടുവൊടിക്കാതിരിക്കാൻ റൂട്ട് മാപ്പ് വരെ മാറ്റി കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ 16 കിലോമീറ്റർ ചുറ്റിയാണ് സഞ്ചരിച്ചത്. ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇതൊന്ന് കണ്ടു നോക്കണം. സ്വന്തം നാട്ടിലെ റോഡ് നന്നാക്കാൻ ഒരു നാടാകെ അണിനിരന്ന് തേങ്ങ ഉടച്ച് അവരുടെ റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ നാടൊന്നിച്ച കാഴ്ചയാണിത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല, വർഷങ്ങളായി നാടൊന്നിച്ച കാഴ്ച തന്നെയാണിത്. അതായത് കരിനിലം പ്ലാക്കപ്പടി പശ്ചിമ കൊട്ടാരങ്കട റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ നാടൊന്നിച്ച കാഴ്ചയാണിത്. നാടൊന്നാകെ അണിനിരന്ന് തേങ്ങ ഉടച്ചുകൊണ്ട് ഒരു വമ്പൻ പ്രതിഷേധം തന്നെയാണ് ഈ നടത്തിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറിയിട്ടും അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കി. ഇത് കാരണത്താൽ വലഞ്ഞതാകട്ടെ നാട്ടുകാരാണ്. ഇപ്പോഴവരെല്ലാവരും കൂടെ മുന്നിട്ട് വന്ന് നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ഈ കാണുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തത് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നാടിനും നാട്ടുകാർക്കും റോഡ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് ഈ പ്രശ്നം കടന്നു ചെല്ലുന്നുമില്ല. പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാകുന്നില്ല എന്നതാണ് ചുരുക്കം. എന്നാൽ ഇതുവരെ മൗനം പാലിച്ചിരുന്ന കുറച്ചു പേർ ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് നാളുകൾ തള്ളി നീക്കിയതല്ലാതെ ഇവിടെ യാതൊരു ചുക്കും നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിലും നിലവിൽ വണ്ടൻപാതൽ പശ്ചിമ വഴി നടത്തുന്ന ബസ് സർവീസുകൾ നിലനിർത്താനും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാലേ മതിയാകും. മുണ്ടക്കയം പുഞ്ചവേൽ റോഡ് വഴി കരിനിലം പ്ലാക്കപ്പടി വഴി കുഴിമാവിനുള്ള പ്രധാന റോഡാണ് ഈ തകർന്നു കിടക്കുന്നത്. കരിനിലം പോസ്റ്റ് ഓഫീസ് കവല മുതൽ റോഡ് പൂർണ്ണമായും ടാറിങ് തകർന്ന് കുഴികൾ നിറഞ്ഞിരിക്കുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ കുഴികളിൽ ചെളിവെള്ളം കാരണം ഒന്ന് കാൽനട പോലും നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതോടെ കുഴിമാവ്, കോസടി, കൊട്ടാരംകട തുടങ്ങി പ്രദേശങ്ങളിലെ ജനങ്ങളൊക്കെ മുണ്ടക്കയം കോരത്തോട് റോഡിനെയാണ് ആശ്രയിക്കുന്നത്. ടാറിങ് ഇളകി മെറ്റൽ ചിതറിക്കിടക്കുന്നതിനാൽ ഈ റോഡിൽ അപകടങ്ങളൊക്കെ തുടർക്കഥയായി മാറുന്നു. മഴ പെയ്ത് റോഡിലൂടെ വെള്ളമൊഴുകിയാൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മാത്രമല്ല, കുഴിമാവിനുള്ള പ്രധാന സമാന്തര പാതയാണിത്. പ്രദേശത്തെ പ്രധാന ക്ഷേത്രമായ പശ്ചിമ ക്ഷേത്രത്തിലേക്കും ഇതുവഴിയാണ് ആളുകൾ എത്തുന്നത്. റോഡ് കരിനിലം മുതൽ പ്ലാക്കപ്പടി വരെയാണ് കൂടുതലായും തകർന്നു കിടക്കുന്നത്. ഈ പ്രദേശത്തുള്ളവർ മറ്റ് ചെറിയ റോഡുകളെയൊക്കെ ആശ്രയിച്ചാണ് പുഞ്ചവേൽ റൂട്ടിലും അതുപോലെ തന്നെ കോരത്തോട് റൂട്ടിലുമൊക്കെ എത്തുന്നത്. ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ എത്രയും വേഗം ഈ റോഡ് ടാർ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മുണ്ടക്കയത്തെ കരിനിലം കുഴിമാവ് റോഡിൽ യാത്ര ചെയ്ത് നാട്ടുകാർ വലഞ്ഞിരിക്കുകയാണ്. തകർന്ന റോഡിൽ അപകടങ്ങൾ പതിവാണെങ്കിലും ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ പരാതി. ഇതോടെയാണ് റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് ഇവർ സമരത്തിനായൊക്കെ ഇറങ്ങുന്നത്. മാത്രമല്ല, മുണ്ടക്കയത്ത് നിന്ന് കുഴിമാവിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു റോഡ് തന്നെയാണ് കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ്. ഇവിടെയാണ് ടാറിംഗ് ഒക്കെ പൂർണ്ണമായി ഇളകി മാറി മിക്കയിടങ്ങളിലും വലിയ കുഴികളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. മഴയിൽ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹനങ്ങൾ ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറുന്നു. അതേസമയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരിക്കാൻ 1 കോടി രൂപ അനുവദിച്ചു. എന്നാൽ കരാറെടുത്തയാൾ കുറച്ച് പണികൾ മാത്രം നടത്തി ഈ പണവും വാങ്ങി മുങ്ങി. മാസങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതായും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നൊക്കെ ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്യുന്നതല്ലാതെ ഒന്നും ഇതുവരെ നടപ്പാക്കി കണ്ടില്ല. പലപ്പോഴും പഞ്ചായത്തുകളിലെ ജനങ്ങൾ ചേർന്നാണ് റോഡിലെ കുഴികളൊക്കെ മണ്ണിട്ട് നികത്തുന്നത്. അതുമാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആശ്വാസം. ഇനിയെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം. അതിനുവേണ്ടി ഇപ്പോൾ നാടൊന്നാകെ ഒന്നിച്ച ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളതും. നാട്ടുകാരുടെ ഈ വിഷമം ഈ നാട്ടിൽ മാത്രം ഒതുങ്ങാതെ ഇവർക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. അതിനായി നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലിരിക്കുന്ന മന്ത്രിമാർ തന്നെ വിചാരിച്ചേ പറ്റൂ. പ്രത്യേകിച്ചും നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി ഇത് കാണണം. ഇവരുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കൊണ്ടുവരണം.